ഡിയർ സ്റ്റുഡൻസ്, കോവിഡ്-19 പശ്ചാത്തലത്തിൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈനായിട്ട് മാറുകയാണല്ലോ. ഞാൻ ഈ വർഷം S5 എടുക്കുന്ന പോർഷൻ ഇലക്ട്രോണിക്സിലെ മോഡുലേഷൻ മുതലുള്ള സെക്ഷനുകളാണ്. ആദ്യമായിട്ട് നമുക്ക് മോഡുലേഷൻ എന്ന സെക്ഷനിലോട്ട് വരാം. അതിനു മുമ്പായി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് ലോകത്തെ നയിക്കുന്ന ടെക്നോളജികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ടെക്നോളജി ഡെവലപ്മെൻറ്റുകൾ. ആദ്യകാല കമ്മ്യൂണിക്കേഷനിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റികൾ പോലും കമ്മ്യൂണിക്കേഷനെ പല രീതിയിൽ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അഞ്ചലോട്ടക്കാരുടെ കാര്യം നമുക്കറിയാം. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തോട്ട് കമ്മ്യൂണിക്കേഷനുമായി സഞ്ചരിക്കുന്ന ആൾക്കാരെയാണ് നമ്മുടെ സമൂഹം അഞ്ചലോട്ടക്കാരെന്ന് വിളിച്ചിരുന്നത്. കൂടാതെ ശബ്ദം കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്ന ചില സമൂഹങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ശബ്ദം ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തിക്കുന്ന ആൾക്കാരെക്കുറിച്ച്. വാദ്യോപകരണങ്ങൾ, തീ മുതലായവയൊക്കെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇലക്ട്രോണിക്സ് യുഗം പിറന്നതോടുകൂടി കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വളരെ പെട്ടെന്ന് മാറ്റങ്ങളുണ്ടായി. അതിലൊന്നാണ് നമ്മൾ പറയുന്ന വയർലെസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. കമ്പിയില്ലാ കമ്പിയെന്നോ വയർലെസ് എന്നോ ഒക്കെ വിളിക്കുന്ന കമ്മ്യൂണിക്കേഷൻ രീതി. അതിന്ന് 5Gയോ 6Gയോ ഒക്കെ ആയിട്ടുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് മോഡുലേഷൻ എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. എന്താണ് മോഡുലേഷൻ എന്ന് നോക്കുന്നത്? മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് തരം തരംഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക. രണ്ട് തരം വേവ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക. അതിനെ ആ വേവിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരത്തക്ക രീതിയിൽ, വേവിന് പല രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആംപ്ലിറ്റ്യൂഡ് ഒരു വേവിൻ്റെ സ്വഭാവമാണ്. ഫ്രീക്വൻസി ഓർ ഫേസ്, ഇതിലെ ഏതെങ്കിലും ഒരു ക്വാളിറ്റിയെ മാറ്റുന്ന രീതിയിൽ മറ്റൊരു വേവ് അതിനെ അകത്തോട്ട് കയറ്റുന്ന പരിപാടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ signal called carrier wave is varied in accordance with the instantaneous value of another signal called modulating signal. അപ്പോൾ ഇവിടെ സിഗ്നൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ വേവ് ദാറ്റ് ക്യാരിയിങ് സം ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരാളൊരു പാട്ട് പാടുന്നു. ദാറ്റ് ഈസ് എ സിഗ്നൽ ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ signal. Carrier is a wave that have a very high frequency. Now, the signal resulting from the process of modulation is called the modulated signal. Now we go for the second slide. Why modulation? ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒരു കഷ്ണം പേപ്പർ നമ്മൾ എടുത്തിട്ട് ഒന്ന് എറിയുന്നതിന് വേണ്ടി ശ്രമിച്ചു നോക്കുക. അത് എത്ര ദൂരം പോകുന്നുണ്ടാവും? വളരെ കുറച്ച് ദൂരം. എന്താണ് അതിന് കാരണം? അതിന് മാസ്സുണ്ട്, പക്ഷേ അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം അതിൻ്റെ മാസ് വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
എയറിൻ്റെ റെസിസ്റ്റൻസ്, എയർ കൊടുക്കുന്ന പ്രതിരോധം, അതിന് മൂവ് ചെയ്യുന്നതിന് കൊടുക്കുന്ന പ്രതിരോധം വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിന് വളരെ കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ പേപ്പറിനെ ഒരു കല്ലെടുത്തിട്ട് ആ കല്ല് ഈ പേപ്പർ കൊണ്ട് പൊതിയുകയാണെങ്കിൽ, പൊതിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എറിയുകയാണെങ്കിൽ അതിന് കവർ ചെയ്യാൻ പറ്റുന്ന ദൂരം വളരെ കൂടുതലായിരിക്കും. ഇവിടെ ക്യാരിയറായിട്ട് പേപ്പറിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കല്ല് ഉപയോഗിച്ചു. എന്തുകൊണ്ട് കല്ല് ഉപയോഗിക്കേണ്ടി വന്നു? പേപ്പറിന് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവ് വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ കല്ല് ഉപയോഗിച്ചത്. നമുക്കത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലിനെ മാറ്റിയാൽ മതി, പേപ്പർ നമുക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കാരിയർ സിഗ്നലുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്, ഒരു സിഗ്നലിനെ, കാരിയർ വേവുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സിഗ്നലിനെ വഹിച്ചു കൊണ്ടുപോവുക, ക്യാരി ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക. അപ്പോൾ ഈ കാരിയർ വേവിന് ചില പ്രത്യേകതകളുണ്ടായിരിക്കും. ഇതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. എന്താ ഫ്രീക്വൻസി കൂടുമ്പോൾ സംഭവിക്കുക? അതിൻ്റെ എനർജി കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടുമ്പോൾ അതിൻ്റെ എനർജി കൂടുതലായിരിക്കും. നമുക്കറിയാം ഒരു വേവിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. സ്മാളർ വേവ് ലെങ്ത് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ കാരിയർ വേവ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത് കല്ലിൻ്റെ എക്സാമ്പിളിലൂടെ നമുക്ക് കണ്ടു. നമുക്ക് ചിരപരിചിതമായിട്ടുള്ള വേറൊരു കാര്യമാണ്, ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ നടക്കുന്നതിന് വേണ്ടി വിട്ടുവിടുക. ചെറിയ തടസ്സങ്ങളെപ്പോലും അവൻ അതിജീവിക്കുന്നതിന് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. വലിയ ഒബ്സ്റ്റക്കിളുകൾ വരികയാണ് എങ്കിൽ അവൻ വീണുപോകും. അപ്പോഴെന്താ ചെയ്യുന്നത്? മാതാപിതാക്കൾ എടുത്തുകൊണ്ട് ആ ഒബ്സ്റ്റക്കിൾ താണ്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അതുതന്നെയാണ് നമ്മളിവിടെ കാരിയർ ഉപയോഗിച്ച് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ മോഡുലേഷനിലോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിഗ്നലിന് വളരെയേറെ ശക്തി കുറവായതുകൊണ്ട് നമുക്കതിനെ മോഡുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സിഗ്നലിന് ശക്തി കുറവായതുകൊണ്ട് എന്തൊക്കെ ടെക്നോളജിക്കൽ ഡിഫിക്കൽട്ടീസാണ് നമുക്കുണ്ടാകുന്നത്? ഒന്ന്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ആൻറ്റിനയുടെ ഹൈറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഒരു ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിഗ്നലിൻ്റെ വേവ് ലെങ്തിൻ്റെ 4/1 ആൻറ്റിനയുടെ ഹൈറ്റ്, ഓർ അതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. Lambda is equal to the famous formula, lambda is equal to c/f, where c is the velocity of light and f is the frequency of the signal transmitted. The minimum antenna height required to transmit a baseband signal of f is equal to 10 എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം 7500 മീറ്റർ ഹൈറ്റാണ്. ദാറ്റ് മീൻസ് നിയർലി 7.5 kilometer. What is the height of Everest? It is nearly 10 kilometer. That means we can use a signal of frequency 10, then we can use a antenna of height 7.5 kilometer. Is it possible to construct a antenna of height 7.5 kilometer? It is not possible. We know the most of the communication we will use the sound as a signal. For example, radio communication. What's the frequency range? It is 20 Hz to 20 kHz. Therefore, the height of the antenna constructed for that communication is very much high. Therefore, we can't use the frequency of sound for the communication. We have to change the frequency. But we know, if we change the frequency, then what will happen? It will not be the original sound. For example, if you are using 1 megahertz signal, what's the height of the antenna? It is nearly 75 meters. Therefore, the size of antenna can be reduced by increasing the signal. Therefore,
we are using the carrier wave to carry the signal from one place to another. Next thing is the avoidance of mixing of the signals. If the baseband sound signals are transmitted without using modulation by more than one transmitter, then all the signals will be the same frequency range. That means nearly 0 to 20 kilohertz. Therefore, all the signal get mixed. For example, ഇപ്പോൾ ട്രിവാൻഡ്രത്തും ആലപ്പുഴയിലും റേഡിയോ സ്റ്റേഷനുകളുണ്ടെന്ന് കരുതുക. അല്ല എങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ നമുക്ക് ഒത്തിരി FM സ്റ്റേഷനുകളുണ്ട്. അവരെല്ലാം ഒരേ ബാൻഡാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാതെയാണ് ഇവർ ചെയ്തിരുന്നതെങ്കിൽ എല്ലാവരും സംപ്രേഷണം ചെയ്യുന്നത് 0 മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള സിഗ്നലുകളായിരിക്കും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഈ സിഗ്നലുകൾ ഒരു സ്ഥലത്ത് ഒരു FM ബാൻഡിൽ പാടുന്ന സമയത്ത് വേറൊരു FM ബാൻഡിൽ ചിലപ്പോൾ പരസ്യമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു FM ബാൻഡിൽ വേറൊരാളായിരിക്കാം പാടുക. ഇതെല്ലാം കൂടെ അന്തരീക്ഷത്തിലോട്ട് പോയി കഴിയുമ്പോൾ ദേ വിൽ മിക്സ് ടുഗദർ. ദെർഫോർ ദ റിസീവർ എൻഡിൽ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് സാധിക്കാതെ വരും. ആരുടേതാണെന്നുള്ളത് തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കാതെ വരും. ദാറ്റ് വിൽ പ്രൊഡ്യൂസ് നോയ്സ്. If you are using different carrier waves, different frequency carrier waves for carrying these signals, what will happen? Each radio station is corresponding to each carrier wave. Then the separation is very much easy. And the third thing is increase of range of communication. That example is the first example is useful for explaining it in the case of paper and stone. സാധാരണ നമ്മുടെ സംസാരിക്കുന്ന ശബ്ദം എത്ര ദൂരമായിരിക്കും സഞ്ചരിക്കാൻ സാധിക്കുക? അതിന് വളരെ കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് തടസ്സങ്ങൾ അതിജീവിക്കുന്നതിനുള്ള കഴിവ് വളരെ കുറവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ കൂടിയ ബാൻഡുള്ള എങ്കിൽ കൂടിയ ഫ്രീക്വൻസിയുള്ള കാരിയർ വേവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വളരെ കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. തടസ്സങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. വലിയ ബിൽഡിങ്സിനെ അതിജീവിച്ചുകൊണ്ട് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. Therefore, the range of communication will be increased. Now, fourth one is the multiplexing. Multiplexing means through one channel, more signals, two or more signals can be transmitted over the same communication channel. For example, in optical fiber or in cable TV, cable operators, what are they doing? In the same cable, they are sending lot of signals, lot of channels. If different carrier waves are used for these signals, at the receiving end we can separate it. 250 optical fiber, we know more than 500 or 700 channels are sending through it. But the receiving end at the TV, we can separate each channel separately. That is multiplexing. If we are using a carrier wave or different carrier waves, the multiplexing is possible. Otherwise, we have to go for transmitting different optical fibers or different cables for transmitting different channels. It is so much costly. Therefore, multiplexing is possible because of modulation. And the last thing is, it improves the quality of the reception. Now we are using digital modulation techniques or digital communication technique. For example, frequency modulation. Most of the students are
hearing FM radios. Why we are attracted towards the FM radios? Because it's quality. This quality is because of the modulation. These are the main points we have to discuss here. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് വളരെ ചെറിയൊരു പോർഷനാണ് ഇവിടെ എടുത്തത്. ഈ പോർഷൻ യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുക. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഡിഫിക്കൽട്ടീസ്, പൂർണ്ണമായിട്ടും 1 മണിക്കൂർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, ഇതൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിലോട്ട് ഞാൻ ക്ലാസ് മാറ്റുന്നതിന് പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനും കാണുന്നതിനും സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ക്വിസ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് ഉറപ്പായിട്ടും ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് മറുപടി പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഓൺലൈനായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ അതിനുവേണ്ടി എടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം വഴി തന്നെ അതിനെ കമൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു. താങ്ക് യു.